ടോപ്പ് ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ നോക്കാം ഒറ്റനോട്ടത്തിൽ. പെഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ സന്ദർശിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ. അതേസമയം പാകിസ്ഥാനെതിരെ നടപടി കടുപ്പിച്ച് ഇന്ത്യ. നാവിക അഭ്യാസം പ്രഖ്യാപിച്ചതിന് പിന്നാലെ മിസൈൽ പരീക്ഷണം നടത്തി ഇന്ത്യൻ നാവികസേന. പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് പാകിസ്ഥാനെതിരെ ഇന്ത്യ നടപടികൾ ശക്തമാക്കുമ്പോൾ പ്രതിരോധ നീക്കങ്ങൾ തുടങ്ങി പാകിസ്ഥാൻ. വാഗ അതിർത്തി അടയ്ക്കാൻ പാകിസ്ഥാൻ നീക്കം. ഇന്ത്യ അടാരി അതിർത്തി അടച്ചതിന് പിന്നാലെയാണ് പാകിസ്ഥാന്റെ തീരുമാനം. പാകിസ്ഥാനെതിരെ നടപടി കടുപ്പിച്ച് ഇന്ത്യ. ദില്ലിയിലെ ഹൈക്കമ്മീഷന്റെ സുരക്ഷ പിൻവലിക്കുകയും ഉന്നത നയതന്ത്രജ്ഞൻ സാദ് അഹമ്മദ് വറൈച്ചിനോട് രാജ്യം വിടാൻ ആവശ്യപ്പെടുകയും ചെയ്തു. പാക് സർക്കാരിന്റെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടും ഇന്ത്യ നിരോധിച്ചു. കശ്മീർ ഉദ്ധംപൂരിൽ ഭീകരരുമായുള്ള ഏറ്റുമുട്ടലിൽ സൈനികന് വീരമൃത്യു. സ്പെഷ്യൽ ഫോഴ്സ് ഉദ്യോഗസ്ഥനായ ചന്തു അലി ഷെയ്ഖാണ് വീരമൃത്യു വരിച്ചത്. പ്രദേശത്ത് ഭീകരരുടെ സാന്നിധ്യമുണ്ടെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടന്ന ഓപ്പറേഷനിലാണ് വെടിവയ്പുണ്ടായത്. കശ്മീർ ജനതയാണ് തങ്ങളെ രക്ഷപ്പെടുത്തിയതെന്ന് പഹൽഗാമിൽ നിന്നും തിരിച്ചെത്തിയ മലയാളികൾ. അതുപോലെ ഞങ്ങൾ ഡ്രൈവർ, ഒരു സഫർ, ഇവരെന്ത് ചെയ്യുന്നു വെച്ചാൽ ഞങ്ങൾ ഒരുമിച്ചാണ്. ഞങ്ങളെല്ലാവരും കൂടി വന്നിട്ട് അവർ ഞങ്ങളൊന്ന് വളഞ്ഞു നിന്നിട്ട് വണ്ടി കയറാൻ പറഞ്ഞു. അപ്പോൾ വണ്ടി കയറാൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ ചോദിക്കുന്നുണ്ട് എന്താ പ്രശ്നം, നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. പെട്ടെന്ന് ഇവരൊക്കെ ആകെ പാനിക്കായിട്ടുണ്ട്. ഇവരുടെ മുഖമൊക്കെ കാണുമ്പോൾ ഞങ്ങൾ അവർ പറയുന്നത് കേൾക്കണല്ലോ എന്നുള്ള നിലയിൽ പെട്ടെന്ന് വാഹനത്തിൽ കയറി. അങ്ങനെ എല്ലാവരെയും അവിടെയുള്ള ആയിരക്കണക്കിന് മലയാളികളുണ്ട് അവിടെ. മലയാളികൾ ഞങ്ങളവിടെ ഇറങ്ങിയ സമയത്ത് പലരെയും പരിചയപ്പെട്ടിട്ടുണ്ട്. ഒരു ഏതാണ്ട് എല്ലാ ജില്ലകളിലെയും ആളുകൾ അവിടെ ഉണ്ട്, അതർ സ്റ്റേറ്റുകാരുമുണ്ട്. അപ്പോൾ 10,000കണക്കിന് ആളുകളുണ്ടെന്ന് തന്നെ പറയാം. ഒരു 500-ഓളം കുതിരകളുണ്ടാവും, അതിലേറെ വാഹനങ്ങളുണ്ട്. പെഹൽഗാം ഭീകരാക്രമണത്തിൽ സുരക്ഷാ വീഴ്ച സംബന്ധിച്ച് രാജീവ് ചന്ദ്രശേഖർ. മതം ചോദിച്ച് ഒരു നിരപരാധിയായ സാധാരണക്കാർ അവിടെ സഞ്ചരിക്കാൻ പോകുന്ന, കുടുംബത്തിൻ്റെ ഒപ്പം സഞ്ചരിക്കാൻ പോകുന്ന ഇന്നസെൻറ്റ് വിക്ടിംസിനെ തന്നെ ക്രൂരമായി കൊന്നത് നമ്മൾ കാണുന്നു. അതുകൊണ്ട് അത് എങ്ങനെ നടന്നു, എന്തുകൊണ്ട് നടന്നു, അതെല്ലാം ഗവൺമെൻറ് നോക്കും. ഒരു യുണൈറ്റഡ് അഗെയിൻസ്റ്റ് ടെററിസം നമ്മൾക്ക് എല്ലാവർക്കും നിൽക്കണം, ശക്തമായി ഒറ്റക്കെട്ടായിട്ട്. ഈ ടെററിസം എന്ന തെറ്റ് റെക്കഗ്നൈസ് ചെയ്തിട്ട് ഒറ്റക്കെട്ടായിട്ട് മുമ്പോട്ട് പോകണം. പെഹൽഗാം ഭീകരാക്രമണത്തിൽ രൂക്ഷ വിമർശനവുമായി പാകിസ്ഥാൻ ക്രിക്കറ്റ് താരങ്ങളായ ഡാനിഷ് കനേരിയയും മുഹമ്മദ് ഹഫീസും. ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന് പങ്കില്ലെങ്കിൽ എന്തുകൊണ്ട് പ്രധാനമന്ത്രി അപലപിക്കുന്നില്ല എന്ന് ഡാനിഷ് കനേരിയ ചോദിച്ചു. ജമ്മുകശ്മീരിലെ പെഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിൽ രാജ്യം ഞെട്ടിയിരിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി. സന്ദേശമാക്കി മാറ്റിയ തിരുമേനിയുടെ ഓർമ്മക്കായി ഏർപ്പെടുത്തിയ പുരസ്കാരം സമ്മാനിക്കാൻ ക്ഷണിച്ചു എന്നുള്ളത് തന്നെ ഏറ്റവും അഭിമാനകരമായ കാര്യമായി കാണുകയാണ്. ആ പുരസ്കാരം ജമ്മു കാശ്മീർ ഭീകരവാദത്തെ രാജ്യം ഒറ്റക്കെട്ടായി നിന്ന് നേരിടണമെന്ന് CPIM ജനറൽ സെക്രട്ടറി MA ബേബി. അതിനെ അപലപിക്കേണ്ടതുണ്ട്. CPIM ഇത് സംബന്ധിച്ച് വളരെ അസന്നിഗ്ധമായ ഭാഷയിൽ ജമ്മു കാശ്മീരിൽ നടന്ന ഭീകരപ്രവർത്തനത്തെ അപലപിച്ചിട്ടുണ്ട്. രാജ്യം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട്
ഈ ഭീകരവാദ ഭീഷണിയെ നേരിടേണ്ടതുണ്ട്. മദനിയുടെ കാര്യത്തെക്കുറിച്ച് പി ജയരാജൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് എന്ന് എൻ്റെ സുഹൃത്ത് പറഞ്ഞത് ശരിയാണ്. ഈ തീവ്രവാദ നിലപാടുകളെല്ലാം ഉപേക്ഷിച്ച് സാമൂഹ്യക്ഷേമ പെൻഷനുകളുടെ കുടിശ്ശികയിൽ ഒരു ഗഡു കൂടി അനുവദിക്കുവാൻ സർക്കാർ തീരുമാനം. മെയ് മാസത്തെ പെൻഷനൊപ്പമാകും ഒരു ഗഡു കുടിശ്ശിക കൂടി നൽകുക. നവകേരള നിർമ്മിതി സ്വപ്നമല്ലെന്നും യാഥാർത്ഥ്യത്തിലേക്കുള്ള യാത്രയാണെന്നും മുഖ്യമന്ത്രി. നവകേരളം അതൊരു സങ്കല്പമല്ല, അതാണ് നാം ആദ്യം കാണേണ്ടത്. അതിനുള്ള പ്രവർത്തനങ്ങളാണ് സർക്കാർ നടത്തുന്നത്. അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ സമർപ്പിക്കണം. കേരളം കടക്കണിയിലെന്നത് വികസന വിരുദ്ധ പ്രചാരണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നമ്മുടെ വികസന വിരുദ്ധർ പ്രചരിപ്പിച്ച ഒരു കാര്യം, കേരളത്തിൻ്റെ സാമ്പത്തിക രംഗം ആകെ തകർന്നിരിക്കുകയാണ്. ഇവിടെ പഞ്ചവത്സര പദ്ധതി വിഹിതം വലിയ തോതിലാണ് വെട്ടിക്കുറക്കുന്നത്. ഏതൊരു കണക്കെടുത്ത് പരിശോധിച്ചാലും മാതൃകാപരമായ ചെലവുകൾ തന്നെയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് എന്ന് കാണാൻ നമുക്ക് കഴിയും. LDF തകർന്നുവെന്ന കെട്ടിച്ചമച്ച നുണ കോൺഗ്രസും BJPയും ഒരുമിച്ച് പ്രചരിപ്പിച്ചുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇതിനായി വലതുപക്ഷ മാധ്യമങ്ങളും കച്ചകെട്ടിയിറങ്ങി. നമ്മുടെ നാട് തകരട്ടെ എന്ന നിലപാടാണ് ഇവർക്കുണ്ടായിരുന്നത്. തെരഞ്ഞെടുപ്പിന് നേരിട്ടപ്പോൾ സമീപകാല കേരള ചരിത്രം തിരുത്തിക്കൊണ്ടുള്ള വിധിയാണ് ജനങ്ങൾ നൽകിയത്. ഈ 9 വർഷ കാലയളവ് കേരളത്തെ എവിടെ എത്തിച്ചു എന്നതാണ് സ്വാഭാവികമായും നാം വിലയിരുത്തേണ്ടത്. നടൻ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ വീണ്ടും പരാതി. സൂത്രവാക്യം സിനിമയുടെ സെറ്റിൽ വെച്ച് ഷൈൻ ലൈംഗിക ചുവയോടെ പെരുമാറിയെന്ന് പുതുമുഖ നടി. ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ ഷൈൻ ടോം ചാക്കോയ്ക്കും ശ്രീനാഥ് ഭാസിക്കും ചോദ്യം ചെയ്യലിന് നോട്ടീസ്. വഖഫ് ഭേദഗതി നിയമത്തെ എതിർത്ത് കേരള വഖഫ് ബോർഡ്. നിയമം ഇസ്ലാമിക തത്വങ്ങൾക്കെതിരെന്ന് ചൂണ്ടിക്കാട്ടി കേരള വഖഫ് ബോർഡ് സുപ്രീം കോടതിയിൽ എതിർ സത്യവാങ്മൂലം സമർപ്പിച്ചു. ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വിട നൽകുവാൻ വിശ്വാസികൾ. സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ പൊതുദർശനം തുടരുന്നു. ശനിയാഴ്ച സെന്റ് മേരി മേജർ ബസിലിക്കയിൽ മാർപ്പാപ്പയുടെ സംസ്കാരം നടക്കും. കോട്ടയം ഇരട്ട കൊലപാതകം. കൊല നടത്തും മുൻപ് പ്രതി അമിത് ഉറാങ് വിജയകുമാറിന്റെ വീട്ടിലേക്ക് പോയത് രാത്രി 12:34 സമീപത്തെ CCTVയിൽ വ്യക്തം. കൊല നടത്തിയ ശേഷം CCTVയുടെ DVRുമായി മടങ്ങിപ്പോകുന്നത് പുലർച്ചെ 3:43. തിരുവാതുക്കൽ ഇരട്ടക്കൊലക്കേസിൽ പ്രതി ലക്ഷ്യമിട്ടിരുന്നത് വിജയകുമാറിനെ മാത്രമായിരുന്നുവെന്ന് പോലീസ്. ശബ്ദം കേട്ടുണർന്ന ഭാര്യ മീരയെയും കൊലപ്പെടുത്തുകയായിരുന്നു. തൃശൂർ പുതുക്കാട് ആനന്ദപുരത്ത് ജ്യേഷ്ഠൻ അനുജനെ കൊലപ്പെടുത്തി. ആനന്ദപുരം സ്വദേശി 29 വയസ്സുള്ള യദു കൃഷ്ണനാണ് മരിച്ചത്. പ്രതി വിഷ്ണുവിനെ പോലീസ് പിടികൂടി. കണ്ണൂർ സ്വദേശിയായ തോട്ടമുടമയെ കർണാടക വിരാജ്പേട്ടയിൽ കഴുത്തറുത്ത് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. പ്രദീപ് കൊയ്ലിയാണ് കൊല്ലപ്പെട്ടത്. പ്രദീപിന് ഇവിടെയുള്ള 32 ഏക്കർ കാപ്പിത്തോട്ടം വിൽപ്പന നടത്തുവാൻ ശ്രമം നടന്നുവരുന്നതിനിടെയാണ് കൊലപാതകം. ടോപ് ന്യൂസ് പൂർണ്ണമാവുകയാണ്.